എല്ലാവർക്കും ഹാപ്പി നവരാത്രി. അപ്പോൾ ഇന്ന് നമുക്ക് ആലപ്പുഴയിലെ കുറച്ച് നവരാത്രി വിശേഷങ്ങളും പിന്നെ ഒരു ടോഫി ഇളനീർ പായസവും കാണാം. നല്ല ടേസ്റ്റുള്ള ഒരു ടോഫി ഇളനീർ പായസം ഉണ്ടാക്കാം. ഇത് റോട്ടറി ക്ലബ് ഓഫ് ആലപ്പി ഈസ്റ്റ് നടത്തിയ പായസ മത്സരത്തിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയ പായസത്തിൻ്റെ റെസിപ്പിയാണ്. അധികം തള്ളി മറിക്കുന്നില്ല. ഇത് കാണിക്കുമ്പോൾ തന്നെ ഒരു ഈസി ടേസ്റ്റി പായസത്തിൻ്റെ റെസിപ്പി കൂടെ ഞാൻ പറയാം. ഞാൻ ആദ്യം തന്നെ ഒരു ഡ്രൈ പാനിൽ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് മെൽറ്റ് ചെയ്യാൻ വെച്ചത്. ഒട്ടും വെള്ളം പാടില്ല. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ആദ്യം അത് ഇളക്കാതെ വെക്കും. പിന്നെ അത് കാരമലൈസായി ബ്രൗൺ കളറിൽ ഇങ്ങനെ ആയി കഴിയുമ്പോൾ ഇളക്കിയിട്ട് 1/2 ടിൻ മിൽക്ക് മെയ്ഡിൻ്റെ കണ്ടൻസ് മിൽക്കാണ് ഒഴിച്ചിരിക്കുന്നത്. ഞാൻ ആ കണ്ടൻസ് മിൽക്ക് ഒഴിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തിരുന്നു. എന്നിട്ട് ഇങ്ങനെ നന്നായി ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. കാരമൽ എല്ലാവരും ചെയ്യുന്ന കാര്യം ഈ അമ്പലപ്പുഴ പായസത്തിൻ്റെ കളർ റോസിന് കിട്ടുമല്ലോ, വലിയ അധ്വാനം ഇല്ലാതെ. നെക്സ്റ്റ് സ്റ്റെപ്പ് പണിയെടുക്കാതെ എങ്ങനെ കുക്കിംഗ് ചെയ്ത് ബുക്ക് എഴുതാൻ പോവാണ്. എങ്ങനെ മനസ്സിലായി? ജാൻവിക്ക് എല്ലാം അറിയാം. ഇതിലേക്ക് നമ്മൾ ഇനി കുറച്ച് പാലാണ് ഒഴിക്കാൻ പോകുന്നത്. ഇതിൻ്റെ കട്ട കൂടിയതൊക്കെ കുറച്ച് മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് 2 കപ്പ് പാൽ, അതായത് 1/2 ലിറ്റർ പാലാണ് ഒഴിക്കാൻ പോകുന്നത്. ഇനി ഗ്യാസ് കത്തിച്ച് ലോ ഫ്ലെയിമിൽ വെക്കാം. കാരമൽ പായസം പലരും ഉണ്ടാക്കി കാണും. പക്ഷേ ഈ കണ്ടൻസ് മിൽക്കും കൂടെ ചേർന്നിട്ടുള്ള വെർഷൻ ഉണ്ടാക്കുമ്പോൾ ശരിക്കും ഒരു ടോഫിയുടെ ടേസ്റ്റാണ്. ഇനി സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഇതിലേക്ക് നെയ്യിൽ വറുത്ത സേമിയ ഇട്ടാൽ വേവിച്ചെടുക്കുമ്പോൾ നല്ല ടോഫിയുടെ ടേസ്റ്റുള്ള പായസമാവും. നല്ല ടേസ്റ്റുമാണ്. അതാണ് ഞാൻ പറഞ്ഞ ഈസി പായസം. നമ്മളിപ്പോൾ സേമിയ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ഒരു ഡിഫറെൻറ്റ് പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പാലിങ്ങനെ കുറച്ച് സമയം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മളുണ്ടാക്കിയ ആ ടോഫി സോസ് പോലത്തെ കട്ടയൊക്കെ അലിഞ്ഞു പൊക്കോളും. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ വേറെ സേമിയ അരി അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേരാത്തതുകൊണ്ട് ഇത് കട്ടി കാണില്ല. അതിന് കട്ടി ഉണ്ടാവാൻ വേണ്ടി ഒരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി കുറച്ച് പാലിൽ മിക്സ് ചെയ്ത് ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുമ്പോൾ ഇത് കുറുകി വരും. നമ്മളിത് ഓഫ് ചെയ്യും. ഒരു 2-3 കരിക്കെടുക്കുക. 2 ആണെങ്കിലും മതി. അത് പൊട്ടിച്ച് നോക്കുമ്പോഴേന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് സ്ക്രേപ്പ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. തീരെ ടെൻഡറായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് അരയ്ക്കാനായിട്ട് എടുക്കാം. കുറച്ചൊരു മീഡിയം മൂപ്പുള്ളതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെക്കാം അടയുടെ സൈസിൽ. അപ്പോൾ അതായിരിക്കും നമ്മുടെ പീസസ് ആയിട്ട് പായസത്തിൽ കിടക്കുന്നത്. 1 കപ്പോളം ഉണ്ട്. 1 ടീസ്പൂൺ നെയ്യ് മാത്രം ഒഴിച്ചിട്ട് അതിലേക്ക് ഏകദേശം ഒരു 25 ഗ്രാം വീതം കാഷ്യൂ നട്ട്സും കിസ്മിസും വറുത്ത് മാറ്റി വയ്ക്കും. എൻ്റെ ത്രോട്ട് ഒരു പ്രോബ്ലം ആയതുകൊണ്ട് അന്യനെ മാറി പല ശബ്ദങ്ങൾ കേൾക്കേണ്ടി വരും. ജാൻവി അന്യൻ ഫിലിം കണ്ടിട്ടുണ്ടോ? 90s സിനിമയിലാണ്. 2000s ആയിരുന്നു. ജനിക്കുന്ന മുമ്പുള്ള കാര്യമാണല്ലേ. അതിനകത്ത് അമ്പി, അന്യൻ അങ്ങനെ പല ശബ്ദത്തിൽ സംസാരിക്കും. അതുപോലെ എൻ്റെ ശബ്ദം 1 മാസമായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഡ്രൈ പാനിൽ ഒരു 1/4 കപ്പോളം ഷുഗർ കാരമലൈസ് ചെയ്ത് അതിലേക്ക് ഇച്ചിരി കണ്ടൻസ് മിൽക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ കരിക്ക് പീസസ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കും. അപ്പോൾ ഞാനിത് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ഇതിലേക്ക് ഒരു ആപ്പിളും കൂടെ ചേർത്തിട്ടുണ്ട്. സാധാരണ അത് ചേർക്കേണ്ട ആവശ്യമില്ല. കരിക്ക് മാത്രം മതിയാവും. അപ്പം കരിക്ക് കുറവാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ആപ്പിൾ പീസസും കൂടെ ഇതിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഏകദേശം 1.25 കപ്പ് കരിക്കും വെള്ളം, 1.5 കപ്പ് തേങ്ങ ചിരവയിലിട്ട് അടിച്ച് തേങ്ങാപ്പാൽ എടുക്കുക. പിന്നെ മറ്റേ ടെൻഡറായിട്ടുള്ള കരിക്ക് ഒരു 1/2 കപ്പിൽ ഒരു 1/4 കപ്പ് കരിക്കും വെള്ളം ഒഴിച്ച് അതും അരച്ച് മാറ്റി വയ്ക്കുക. ഇനി നമ്മളുടെ പായസം ഒന്ന് ചൂടാക്കിയിട്ട്
അതിലേക്ക് ഈ തേങ്ങാപ്പാലും ചേർക്കും. നമ്മൾ കാരമലൈസ് ചെയ്ത് ടോഫി പോലെ ആക്കി വെച്ച കരിക്ക് പീസും ആപ്പിൾ പീസും അരച്ചു വെച്ച കരിക്ക് പേസ്റ്റും കൂടെ ചേർക്കുവാണ്. വളരെ ലോ ഫ്ലെയിമിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരു അര പിഞ്ച് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത്, അധികം ഏലക്ക ഇട്ടാൽ അത് ചീത്തയായി പോവും. ജസ്റ്റ് ഒന്ന് തിളച്ച് കറക്റ്റ് കൺസിസ്റ്റൻസി ആകുമ്പോൾ ഓഫ് ചെയ്യും. കൂടുതൽ തിളച്ചാൽ അത് പിരിഞ്ഞു പോവും. ഇനി നമ്മൾ വറുത്ത് വെച്ച നട്ട്സും കിസ്മിസും ഇട്ടിട്ട് ചൂടില്ലാതെയാണ് ഇത് സെർവ് ചെയ്യേണ്ടത്. നമ്മുടെ ടോഫി ഇളനീർ പായസം റെഡിയായി. ഞാൻ ഗാർണിഷ് ചെയ്യാൻ കുഞ്ഞു കുഞ്ഞു പപ്പടമൊക്കെ കൂടെ വെച്ചിരുന്നു. എല്ലാ പായസവും നല്ല ടേസ്റ്റി ആയിരുന്നു. അടുത്ത ഇവൻറ്റ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഓണാഘോഷത്തിന് പായസം ജഡ്ജസായിട്ടാണ് ഞാനും എൻ്റെ കസിനും പോയത്. ഇത് അവിടുത്തെ ഡോക്ടേഴ്സ് ഉണ്ടാക്കിയ കുറേ പായസങ്ങളാണ്. പംകിൻ പായസത്തിനാണ് ഇവിടെ ഫസ്റ്റ് കൊടുത്തത്.